നമസ്കാരം. അവസാന അടവുമായി അൻവർ. ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച് 2016 മുതൽ 2025 ജനുവരി 13 രാജിവെക്കുന്നതുവരെ 9 കൊല്ലം പിണറായി വിജയൻ്റെ എല്ലാ കള്ളക്കമ്മട്ടങ്ങൾക്കും കുടപിടിച്ച PV അൻവർ എന്ന പരമനാറി തൻ്റെ താളത്തിനൊത്ത് തുള്ളിയില്ല എന്ന് പറഞ്ഞ് പല ഗുരുതര ആരോപണങ്ങളും ഉന്നയിച്ചു. വലിയ കോളിളക്കമുണ്ടാക്കിയ ഒടുവിൽ നിലമ്പൂരിലെ ജനങ്ങളെ വിഡ്ഢികളാക്കി രാജിവെച്ചു. നിലമ്പൂരിലെ ജനങ്ങളെ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിട്ടു. കൂടുമാറി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വീണ്ടും MLA ആകാൻ ചെന്ന നിലമ്പൂർ മുരിയെ കോൺഗ്രസ്സുകാർ തന്നെ ആട്ടിപ്പായിച്ചു. ഇപ്പോൾ ഗത്യന്തരമില്ലാതെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് രാഷ്ട്രീയ ആത്മഹത്യക്ക് ഇറങ്ങിയിരിക്കുകയാണ് PV അൻവർ. കഴിഞ്ഞ 9 കൊല്ലം ഇടതു സർക്കാരിനൊപ്പം നിന്ന് ഇപ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന് പിണറായി വിജയനെ വിമർശിക്കുന്ന നിലമ്പൂർ മൂരിയുടെ ജൽപ്പനം നമ്മൾ ഒരുപാട് കേട്ടതാണ്. ഈ പേ പിടിച്ചവൻ ഇന്ന് എന്തു പറഞ്ഞാലും ആളുകൾ അത് മുഖവിലേക്ക് എടുക്കില്ല എന്നതുകൊണ്ട് ഇവൻ്റെ ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ കൊണ്ട് പിണറായിക്ക് വലിയ മൈലേജ് ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. എന്നാൽ ഇപ്പോൾ പുതിയ അടവ് നയവുമായിട്ടാണ് ഈ നിലമ്പൂർ മൂരിയുടെ വരവ്. ഈ നെറികെട്ടവൻ്റെ പിച്ച തെണ്ടുന്ന വെളിവുകേട്, ആ വെളിവുകേട് പറച്ചിൽ നമ്മൾ കാണേണ്ടതാണ്. വളരെ സ്നേഹം നിറഞ്ഞ നിലമ്പൂരിലെ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, യുവ സുഹൃത്തുക്കളെ, കർഷക തൊഴിലാളികളെ, പ്രവാസികളെ, പ്രിയപ്പെട്ട ടാപ്പിംഗ് തൊഴിലാളികളെ, അങ്ങാടിയിൽ ചുമട്ടിറക്കുന്ന തൊഴിലാളികളെ, ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികളെ, ഈ നാടിനെ നന്മ ആഗ്രഹിക്കുന്ന സർവ മതത്തിലുംപ്പെട്ട എൻ്റെ കാരണവന്മാരെ, സഹോദരിമാരെ, സാമൂഹിക നേതാക്കളെ, പാലിയേറ്റീവ് പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഒരു നിർണായക തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് നോമിനേഷൻ്റെ പ്രോസസ്സ് പൂർത്തീകരിച്ച് നമ്മുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞ് നിലമ്പൂരിലെ ഒരു സ്ഥാനാർത്ഥിയായി നിങ്ങളോടൊപ്പം ഞാൻ വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് മത്സരിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നത് സത്യസന്ധമാണ് എന്ന് തിരിച്ചറിഞ്ഞ നല്ലവരായ ജനങ്ങളാണ് നിങ്ങൾ. വീണ്ടും മത്സരിച്ച് MLA ആകണമെങ്കിൽ അന്നേ എനിക്കത് ആ തീരുമാനമെടുക്കാമായിരുന്നു. 23-ാം തീയതി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വോട്ട്, നിങ്ങളുടെ മനസ്സാക്ഷിയുടെ വോട്ട്, ആ വോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. ഇവിടുത്തെ ഓരോ വോട്ടറും നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാണ്. അതിൻ്റെ ഒരു പ്രതിനിധി മാത്രമാണ്. അത് ഈ നാടിൻ്റെ നന്മയ്ക്കും നമ്മുടെ നിലനിൽപ്പിനും വേണ്ടിയിട്ടായിരിക്കണം. അതുണ്ടാകും. നിങ്ങളുടെ സഹായങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ മറ്റു തരത്തിലുള്ള എല്ലാവിധ സഹായങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് എൻ്റെ സാമ്പത്തിക പരിമിതികളെക്കുറിച്ച് ഞാൻ മുമ്പും സൂചിപ്പിച്ചതാണ്. എത്രയോ കോടി രൂപയുടെ സ്വത്തും എനിക്കുണ്ട്. പക്ഷേ ഒരു സെൻറ്റ് ഭൂമി പോലും വിൽക്കാൻ കഴിയാതെ അതെല്ലാം മിച്ചഭൂമി കേസെന്ന് പറഞ്ഞ് കേസിട്ടുകൊണ്ട് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിനുള്ള മുൻകരുതലുകളോ പ്രിപ്പറേഷനോ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഇതിനോടൊപ്പം ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന് എന്നെ സഹായിക്കാമെന്ന് ആയിരക്കണക്കിന് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പലരും വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ കഴിയുന്ന വിധം നിലമ്പൂരിലെ വോട്ടർമാർ ഒരു 10 രൂപ മാനസിക ധാർമ്മിക പിന്തുണ അർപ്പിക്കാൻ, വെറും 10 രൂപ അല്ലെങ്കിൽ 1 രൂപ വെച്ചിട്ട് നിലമ്പൂരിലെ വോട്ടർമാർ ഈ അക്കൗണ്ടിലേക്ക് അയക്കണം. അത് പണത്തിന് വേണ്ടിയല്ല, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ്. നിങ്ങൾ അയക്കുന്ന ഓരോ കണക്കുകളും ആ കണക്കായി കിടക്കും. ഈ ലോകത്ത് മറ്റൊരാൾക്കും നിങ്ങളിങ്ങനെ എന്നെ സഹായിക്കാൻ വേണ്ടി 10 രൂപ അയച്ചാൽ അത് മറ്റുള്ളവരെ അറിയുമോ എന്ന ഭയത്താൽ നിങ്ങൾ ആരും അയക്കാതിരിക്കേണ്ട. അത് കൃത്യമായിട്ടും അതിൻ്റെ സെക്യൂരിറ്റി നമ്മൾ സൂക്ഷിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളിലേക്ക് ഞാൻ ഇറങ്ങുകയാണ്. എല്ലാ തരത്തിലുമുള്ള നിങ്ങളുടെ സഹായവും പിന്തുണയും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിങ്ങൾക്കുണ്ടാകണം. എന്നെ ഒറ്റപ്പെടുത്തരുത്. അപ്പുറത്തുള്ളവർ മത്സരിക്കുന്നത് MLA ആകാനാണ്. ഞാൻ നാളെ ഈ പറയുന്ന TP ചന്ദ്രശേഖരൻ്റെ അവസ്ഥയിലേക്ക് എൻ്റെ ജീവൻ മാഷാ അല്ലാഹ് എന്ന് എഴുതിയ ഒരു വാഹനത്തിൻ്റെ പിന്നിൽ ഈ നടുറോഡിൽ ഞാൻ വെട്ടിക്കൊലപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എൻ്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾക്കാണ്. ആ ഉത്തരവാദിത്തം നിങ്ങളെ ഏൽപ്പിച്ച്, നിങ്ങളിൽ മാത്രം വിശ്വാസം അർപ്പിച്ച്, സർവശക്തനായ ദൈവത്തിൻ്റെ പിന്തുണയോട് കൂടിയിട്ട് നിങ്ങളോടൊപ്പം ഞാൻ ഇറങ്ങുകയാണ്. നിങ്ങൾ സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വോട്ടുകൾ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ, ബന്ധുക്കളുടെ എല്ലാവരുടെയും വോട്ടുകൾ നിങ്ങൾ എനിക്ക് നൽകണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കണ്ടില്ലേ, തെരഞ്ഞെടുപ്പ് ഫണ്ടിന് വേണ്ടിയുള്ള തെണ്ടലാണിത്. ഒറ്റപ്പെടുത്തരുത്. 1 രൂപയെങ്കിലും അക്കൗണ്ടിലേക്ക് അയക്കണം. തനിക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട് എങ്കിലും മിച്ചഭൂമി കേസെന്നും പറഞ്ഞ് ഒരു തുണ്ട് ഭൂമി പോലും വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്നും ആയിരക്കണക്കിന് ആളുകൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി പറയുന്നുണ്ട് അൻവർ. എങ്കിലും തനിക്കുള്ള ധാർമ്മിക പിന്തുണ എന്ന നിലയിൽ
1 രൂപയെങ്കിലും അക്കൗണ്ടിലേക്ക് അയക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വീഡിയോയുമായിട്ടാണ് പി വി അൻവർ സമൂഹ മാധ്യമങ്ങളിലൂടെ എത്തിയിരിക്കുന്നത്. അടുത്ത അടവുമായിട്ട് തന്നെ ഒറ്റപ്പെടുത്തരുത് എന്നും താൻ നാളെ TP ചന്ദ്രശേഖരനെ പോലെ വെട്ടിക്കൊലപ്പെടുത്തുന്നതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്തം എന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾക്കാണ് എന്നും പറയുന്നുണ്ട് ആ വീഡിയോയിൽ. നിങ്ങളിൽ വിശ്വാസമർപ്പിച്ച് താൻ ഇറങ്ങുകയാണ് എന്നും അൻവർ ആ വീഡിയോയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതാണ് അവസാനത്തെ അടവ് എന്ന് പറയുന്നത്. അതായത് ജനത്തിന് ഏതെങ്കിലും തരത്തിലൊരു അനുകമ്പ തോന്നി വോട്ട് ചെയ്യുവാനുള്ള അവസാനത്തെ അടവാണ് ഈ നാറിയ കച്ചവടക്കാരൻ നടത്തുന്നത്. മുൻപ് വർഗീയ കാർഡ് ഇറക്കിയും കോൺഗ്രസിൻ്റെ കൂടെ ചേർന്നും മുസ്ലിം ലീഗിൻ്റെ ഭാഗമായുമൊക്കെ തറവേലകൾ കാണിച്ച് പരാജയപ്പെട്ടതിന് ശേഷമുള്ള 18ാമത്തെ അടവാണിത് ഈ നിലമ്പൂർ മുരിയുടെ. സത്യത്തിൽ ഇപ്പോൾ ഈ മുതലക്കണ്ണീർ എന്തിനാണ്? ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച് 2016 മുതൽ 2025 ജനുവരി 13 രാജിവെക്കുന്നതുവരെ 9 കൊല്ലം ഈ നിലമ്പൂരിൻ്റെ ജനപ്രതിനിധി ആയിരുന്നില്ലേ? എന്ത് ആദർശത്തിൻ്റെ പേരിലാണ് രാജിവെച്ചത് അൻവർ? അതുകൂടി പറയണം. പിണറായി വിജയൻ്റെ എല്ലാ കള്ളക്കമ്മട്ടങ്ങൾക്കും കുടപിടിച്ചു നടന്ന PV അൻവർ എന്ന പരമനാറി അവസാനം തൻ്റെ താളത്തിനൊത്ത് മുഖ്യമന്ത്രി തുള്ളിയില്ല എന്ന് പറഞ്ഞ് പല ഗുരുതര ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ടല്ലേ രാജിയിലേക്ക് എത്തിയത്? ഇത് ഓർക്കേണ്ടത് അൻവറാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും ഒക്കെ ഗുരുതരമായ അഴിമതി ആരോപണവും സ്വജനപക്ഷപാതവും ആരോപിച്ചാണ് അൻവർ കലാപക്കൊടി ഉയർത്തിയത്. കേരള രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ച നിരവധി വെളിപ്പെടുത്തലുകളാണ് അൻവർ അന്ന് നടത്തിയിരുന്നത്. ഇതെല്ലാം നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ പ്രധാന രാഷ്ട്രീയ വിഷയങ്ങളായിട്ട് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നുമുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. ഇടതുപാളയത്തോട് വിട പറഞ്ഞ അൻവർ സ്വതന്ത്രനായി പോരാടുമെന്നായിരുന്നു ആദ്യ നാളുകളിൽ പറഞ്ഞിരുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ നക്സസ് നിലനിൽക്കുന്നുവെന്നും സ്വന്തം പാർട്ടി ഉണ്ടാക്കി പോരാടുമെന്നൊക്കെ ആയിരുന്നു ആദ്യത്തെ വീമ്പ് പറച്ചിൽ അൻവറിൻ്റെ. ഇരു മുന്നണികളെയും ഒരുപോലെ വിമർശിച്ച് സ്വന്തം പാർട്ടി ഉണ്ടാക്കി കേരളത്തിൽ അധികാരം പിടിക്കുമെന്നൊക്കെയായിരുന്നു അൻവറിൻ്റെ രാഷ്ട്രീയ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. കേരളത്തിൽ ഇത് നടക്കില്ല എന്ന് വ്യക്തമായതോടെ ദേശീയ പാർട്ടികളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഭാഗമായി മാറുക എന്നായിരുന്നു അടുത്ത ലക്ഷ്യം. ഈ നീക്കത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം DMKയുടെ ഭാഗമാകാൻ ഒരു ശ്രമം നടത്തി. സഭയിൽ, അതായത് നിയമസഭയിൽ ഇരുപക്ഷത്തുമല്ലാത്ത ഇരിപ്പിടം ആവശ്യപ്പെട്ടുകൊണ്ട് സ്പീക്കർക്ക് കത്തും നൽകി. DMKയുടെ ഷാൾ അണിഞ്ഞ് സഭയിലെത്തിയത് പോലും അൻവറിൻ്റെ മറ്റൊരു ഷോയായിരുന്നു. വിവിധ വഴികൾ അന്വേഷിച്ച് മുന്നോട്ട് നീങ്ങിയ അൻവറിന് മുന്നിൽ വഴികളെല്ലാം അടഞ്ഞതോടെയാണ് ബംഗാളിലേക്ക് വണ്ടി കയറിയത്. ബംഗാളിലെത്തി മമതാ ബാനർജിക്ക് കൈകൊടുത്തതും തൃണമൂലിൻ്റെ ഭാഗമാകുന്നതൊക്കെ അതിനുശേഷമാണ്. ഇതോടെ സ്വതന്ത്ര MLA ആയി നിൽക്കാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യത്തിൽ എത്തിച്ചേർന്ന അൻവറിന് അവസാനം MLA സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. നിലമ്പൂരിൽ മത്സരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് UDFൻ്റെ ഭാഗമാകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. എന്നാൽ ദേശീയ തലത്തിൽ അത്ര നല്ല ബന്ധത്തിലല്ല തൃണമൂലും കോൺഗ്രസും എന്നും മുന്നണി പ്രവേശനം അത്ര എളുപ്പത്തിൽ നടക്കില്ലെന്നും അൻവർ തിരിച്ചറിഞ്ഞില്ല. ഇത് അൻവറിൻ്റെ രാഷ്ട്രീയത്തിന് തന്നെ ദോഷകരമായി ബാധിച്ചു എന്നുള്ളതാണ്. തൃണമൂൽ കോൺഗ്രസിനെ UDFൽ എടുക്കണമെന്ന PV അൻവറിൻ്റെ ആവശ്യം കോൺഗ്രസ് പൂർണ്ണമായും തള്ളിയതോടെ അൻവറിൻ്റെ രാഷ്ട്രീയ നീക്കത്തിന് കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ചെയ്തത്. ഒരു വേള മുസ്ലിം ലീഗ് PV അൻവറിൻ്റെ രക്ഷകരായി മാറുമെന്ന് പോലും കരുതിയിരുന്നു. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ അനുരഞ്ജന ചർച്ചകളെല്ലാം പരാജയപ്പെടുകയായിരുന്നു. കോൺഗ്രസിൽ ഒരു നേതാവ് മാത്രമാണ് തൻ്റെ മുന്നണി പ്രവേശനത്തിന് തടസ്സമായത് എന്ന് ആരോപിച്ച് അവിടെ നിന്നും PV അൻവർ പടിയിറങ്ങി. അങ്ങനെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങി. എന്നാൽ PV അൻവറിന് അടുത്ത പ്രഹരം ലഭിച്ചത് വരണാധികാരി വകയായിരുന്നു. ജനങ്ങൾ എഴുതി തള്ളിയ PV അൻവറിൻ്റെ തൃണമൂൽ സ്ഥാനാർത്ഥിയായുള്ള പത്രിക വരണാധികാരി തള്ളി. അൻവറിന് ഇനി വേണമെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാം എന്ന ഒരു സ്ഥിതിയായി. TMC സ്ഥാനാർത്ഥിയായി PV അൻവർ സമർപ്പിച്ച പത്രികയിൽ പ്രശ്നമുണ്ട് എന്ന് വരണാധികാരി അറിയിച്ചു. TMC ദേശീയ പാർട്ടി അല്ലാത്തതിനാൽ നോമിനേഷനിൽ 10 പേർ ഒപ്പിടണമായിരുന്നു. അത് ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പത്രിക തള്ളിയത്. നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിടാൻ 10 പേർ പോലും തികയ്ക്കാനില്ലാത്ത ഇവനാണ് 2 മുന്നണിയെയും വെല്ലുവിളിച്ച് മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വരുത്തി തീർത്തപ്പോൾ മമതയും ഇവൻ ചതിച്ചു എന്ന് മനസ്സിലാക്കി. ആളും പേരുമില്ലാത്ത പാർട്ടിയാണ് എന്ന ഒരു ഇമേജ് തൃണമൂൽ കോൺഗ്രസിന് മമതയ്ക്കുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാനും അൻവറിന് കഴിഞ്ഞു. ഇതോടെ തുടക്കം തന്നെ അൻവറിന് പാളി. എന്നാൽ അടുത്ത നീക്കം പുതിയ മുന്നണിയുമായിട്ടായിരുന്നു.
PV അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ തീരുമാനിച്ചത് അങ്ങനെയാണ്. അതായത് ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടെ ലേബലിലാണ് മത്സരിക്കാൻ പിന്നെ തീരുമാനിക്കുന്നത്. മത്സരമൊക്കെ തള്ളിമറിക്കുകയായിരുന്നു ഇദ്ദേഹം. പക്ഷേ തൃണമൂൽ കോൺഗ്രസിന് പുറമേയുള്ള വോട്ടുകൾ പാളയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷ്യമിട്ടത്. അങ്ങനെയാണ് മുന്നണി രൂപീകരിച്ചത്. മൂന്നാം മുന്നണി രൂപീകരണം എന്ന വിശാല ലക്ഷ്യം കൂടി ഇതിന് മുന്നിൽ കാണുന്നുമുണ്ട്. നിരവധി ചെറിയ സംഘടനകൾ മുന്നണിയുടെ ഭാഗമായേക്കുമെന്നും കരുതി. കാർഷിക, തൊഴിൽ, വ്യാപാര, സാമൂഹിക, സാംസ്കാരിക സംഘടനകളുടെ താൽപ്പര്യപ്രകാരമാണ് മുന്നണിയുടെ കീഴിൽ മത്സരിക്കുക എന്ന തീരുമാനം എടുത്തത് എന്നുകൂടി PV അൻവർ അന്ന് പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. കൊടും ക്രിമിനലും സർവോപരി സാമൂഹിക വിപത്തുമായിട്ടുള്ള ഈ സാമൂഹ്യ വിരുദ്ധന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ എങ്ങനെ അനുമതി ലഭിച്ചു എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം. അൻവറിനെതിരെ മലപ്പുറം ജില്ലയ്ക്ക് പുറമെ കോട്ടയം, പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുണ്ട് എന്നുള്ളതാണ്. ഇതിനു പുറമെ ഹൈക്കോടതിയിലും കണ്ണൂർ കോടതിയിലും നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട്. നിലമ്പൂർ DFO ഓഫീസ് ആക്രമണം, ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തൽ, ഔദ്യോഗിക രഹസ്യം മാധ്യമങ്ങൾക്ക് നൽകൽ, അനധികൃത സ്വത്ത് സമ്പാദനത്തിന് ED കേസ്, മിച്ചഭൂമി നിയമപ്രകാരം അനധികൃതമായിട്ട് ഭൂമി കൈവശം വച്ചിരിക്കുന്നതിനുള്ള കേസ്, പരിസ്ഥിതി ദുർബല പ്രദേശമായിട്ടുള്ള കക്കാടംപൊയിൽ അനധികൃത നിർമ്മാണം നടത്തിയതിനുള്ള കേസ്, ആശുപത്രിയിൽ അതിക്രമം കാണിക്കൽ, പ്രകോപനപരമായിട്ടുള്ള പ്രസംഗം, അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ ഒട്ടനവധി കേസുകളുണ്ട് അൻവറിൻ്റെ പേരിൽ. ഇതിനു പുറമെ മനാഫ് വധക്കേസിൽ വിട്ടയച്ചതിനെതിരെ മനാഫിൻ്റെ സഹോദരൻ നൽകിയ റിവിഷൻ ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് എന്നുള്ളതാണ്. ആടിമുടി ദുരൂഹതയുള്ള ഈ കൊടും ക്രിമിനലിൻ്റെ യഥാർത്ഥ കച്ചവടം എന്താണ് എന്ന് ഇതുവരെ ആർക്കും പിടികിട്ടിയിട്ടില്ല, ആരും പിടിച്ചിട്ടുമില്ല. രാജ്യാന്തര സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് കടത്ത് ശൃംഖലകളുടെ കണ്ണിയാണ് അൻവർ എന്ന ആരോപണത്തിലും അന്വേഷണം നടക്കുകയാണ്. അൻവറിൻ്റെ സ്വർണം പൊട്ടിച്ച കലിപ്പിലാണ് അൻവർ തുറന്ന യുദ്ധവുമായിട്ട് ഇറങ്ങിയത് എന്ന ആരോപണം കൂടി ഇവിടെ ശക്തമാണ് പിണറായിക്കെതിരെ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പത്രിക സമർപ്പിച്ച PV അൻവറിൻ്റെ ആകെയുള്ള സ്വത്തുമൂല്യം എന്ന് പറയപ്പെടുന്ന 52.21 കോടി രൂപയാണ്. ഇതിൻ്റെ 100 മടങ്ങ് വരും ഇയാളുടെ യഥാർത്ഥ ആസ്തി മൂല്യം എന്നാണ് വിവരം. ബാധ്യത പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് 20 കോടിയാണ്. അൻവറിനെതിരെ നിലവിൽ 10 കേസുകൾ ഉണ്ട് എന്നാണ് പത്രികയോടൊപ്പം സമർപ്പിച്ചിരുന്ന സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നത്. കൈവശം ഏകദേശം 25,000 രൂപയും നിക്ഷേപവും മറ്റുമായിട്ട് ആകെ 18.14 കോടി രൂപയുണ്ട്. ഭൂമിയും വാണിജ്യാവശ്യത്തിനുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ മൂല്യം 34.07 കോടി. ഒരു ഭാര്യയുടെ പേരിൽ ആകെ 8.78 കോടി രൂപ മൂല്യമുള്ള സ്വത്തും രണ്ടാമത്തെ ഭാര്യയുടെ പേരിൽ 3.50 കോടി രൂപ മൂല്യമുള്ള സ്വത്തുമുണ്ട്. ജീവിത പങ്കാളികളുടെ തൊഴിലെന്ത് എന്ന ചോദ്യത്തിന് സ്വസ്ഥം ഗൃഹഭരണം എന്ന ആണ് അൻവറിൻ്റെ ഉത്തരമെന്ന് പറയപ്പെടുന്നത്. സ്വന്തം തൊഴിൽ വ്യവസായ സംരംഭമെന്നും വരുമാന സ്രോതസ് കച്ചവടമെന്നുമാണ് മറുപടി നൽകിയിരിക്കുന്നത്. എന്ത് കച്ചവടമാണ് എന്ന് അന്വേഷണം വേണ്ടതുമാണ്. MLA സ്ഥാനം രാജിവെച്ച് നിലമ്പൂർ ജനതയെ വഞ്ചിച്ച് ഖജനാവിന് കോടികൾ ബാധ്യതയുണ്ടാക്കിയ ഈ സാമൂഹ്യ വിരുദ്ധൻ വീണ്ടും വോട്ട് ചോദിച്ച് നിലമ്പൂരിൽ ഇറങ്ങിയാൽ ജനങ്ങൾ ചാണകത്തിൽ ചൂലുമുക്കി അടിക്കുമെന്നാണ് സഹികെട്ട നിലമ്പൂരിലെ ജനങ്ങൾ പറഞ്ഞിരുന്നത്. എന്നാൽ അവർ ഇപ്പോൾ സംയമനം പാലിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കഴിയും വരെ. കാരണം ഈ മൂരിക്കുള്ള മറുപടി വോട്ടിലൂടെ ജനം നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സത്യത്തിൽ അൻവറിൻ്റെ സ്വർണ്ണക്കള്ളക്കടത്ത് അത് പൊളിഞ്ഞതിൽ കലിപൂണ്ട് മാത്രമാണ് അൻവർ MLA സ്ഥാനം രാജിവെച്ചത് പോലും. എന്നാൽ ജനത്തിൻ്റെ ചിന്താശക്തിയെ അളക്കാൻ മാത്രമായിട്ടില്ല ഈ പരമനാറി എന്ന് മനസ്സിലാക്കുക. നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഈ സാമൂഹ്യ വിപത്ത് ഇനി ഒരിക്കലും പുറത്തിറങ്ങാനാവാത്ത വിധം ജനങ്ങൾ മറുപടി കൊടുത്ത് അകത്തിരുത്തും. ഒന്നുകിൽ വീടിനകത്ത്, അല്ലെങ്കിൽ EDയുടെ അന്വേഷണത്തിന് ശേഷം ജയിലിനകത്ത്. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.